കണ്ണൂരിലെ ബി.ജെ.പി. പ്രാദേശിക നേതാവിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് വൈശാഖ് എസ് ദർശൻ നേരത്തെയും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്നും അരക്കോടി തട്ടിയ കേസിലും പ്രതിയാണ് വൈശാഖ്. വ്യാജ നിയമന ഉത്തരവ് നൽകി പണം തട്ടുന്ന അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ കണ്ണിയാണ് വൈശാഖ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ഈ വൈശാഖ് എസ് ദർശൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. നോക്കാം എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളെന്ന്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷേ, റെയിൽവേയിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി എന്നതാണല്ലോ ഇയാളുമായി ബന്ധപ്പെട്ട കേസ്. ആ പണം തട്ടിയ സംഭവത്തിലാണല്ലോ ഒരു ബി.ജെ.പി. നേതാവ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുന്നത്. ഈ വൈശാഖ് എസ് ദർശൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു സ്ഥിരം സാമ്പത്തിക തട്ടിപ്പ് കുറ്റവാളിയാണ് എന്ന വിവരങ്ങളാണോ പുറത്തേക്ക് വരുന്നത്? മനു, ഗുഡ് മോർണിംഗ്. ഈ വൈശാഖ് എസ് ദർശൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ, റിമാൻഡിലായതിന് പിന്നാലെ ആ സ്ഥാനത്ത് നിന്നും നീക്കിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കി യൂത്ത് കോൺഗ്രസിൽ എന്നുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ഒരാളാണ് ഈ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. ഈ വൈശാഖ് എസ് ദർശൻ പിടിയിലാകാനുള്ള കാരണം കണ്ണൂരിൽ എരഞ്ഞോളിയിലെ ബി.ജെ.പിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ രതീശന്റെ ആത്മഹത്യയെ തുടർന്നാണ്. രതീശൻ ഓഫീസ് മുറിയിൽ തലശ്ശേരിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. രതീശന്റെ ആത്മഹത്യാ കുറിപ്പ്, മറ്റ് ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച സമയത്താണ് ഇതിൻ്റെ അന്വേഷണം ഈ പോലീസ് വൈശാഖ് എസ് ദർശനിലേക്ക് എത്തുന്നത്. അതായത് ഈ വൈശാഖ് ദർശൻ, ഈ രതീശനും സുഹൃത്തുക്കളും ഇവർ പരസ്പരം ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം ഇടനിലക്കാരും ഒക്കെയാണ്. ഈ കേസിൽ ഈ വൈശാഖ് എസ് ദർശൻ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത് രതീശനെ ഇടനിലക്കാരനാക്കിയാണ് പണം കൈപ്പറ്റിയത്. ഒടുവിൽ ഇവരുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ഈ ജോലി വാഗ്ദാനം ചെയ്യുന്നവർക്ക് നിയമന ഉത്തരവ് കൂടി നൽകും. നിയമന ഉത്തരവ് നൽകി ദില്ലിയിലെത്തണം എന്ന് പറയും. ദില്ലിയിലെത്തി അവിടെ എത്തുന്ന സമയത്ത് അവർക്ക് ജോലി ലഭിക്കാതെ വരുമ്പോൾ മറ്റൊരു സ്ഥലത്ത്, അതായത് കണ്ണൂരിൽ പണം നഷ്ടപ്പെട്ട ആളോട് പിന്നീട് ഹൈദരാബാദിലാണ് പോകാൻ പറഞ്ഞത്. ഹൈദരാബാദിൽ പോയി കുറച്ചു ദിവസം അവിടെ താമസിപ്പിച്ചു. പിന്നീട് ജോലി കിട്ടാതെ വന്നപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാക്കി ഇയാൾ തിരിച്ചെത്തി കണ്ണൂരിലെത്തി രതീശനോട് പണം ആവശ്യപ്പെട്ടത്, പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. രതീശനാകട്ടെ വൈശാഖ് ദർശനോട് പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറായില്ല. ഈ ഓഗസ്റ്റ് 2-ാം തീയതി പണം തിരികെ നൽകാമെന്ന് ഈ വൈശാഖ് ഉറപ്പ് നൽകുകയും ചെയ്തു. രതീശൻ അന്ന് മറുപടി നൽകിയത് 2-ാം തീയതി പണം നൽകിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ 2-ാം തീയതി പണം തിരികെ നൽകാൻ വൈശാഖ് തയ്യാറായില്ല. തുടർന്ന് 3-ാം തീയതിയാണ് ഓഫീസിൽ രതീശൻ ആത്മഹത്യ ചെയ്യുന്നത്. പോലീസ് ഈ ആത്മഹത്യാക്കുറിപ്പും മറ്റ് രേഖകളും എല്ലാം കണ്ടെടുത്താണ് ഈ വൈശാഖ് എസ് ദർശനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വൈശാഖ് എസ് ദർശൻ ഇത് ആദ്യമായ ഒരു കേസിൽ ഉൾപ്പെടുന്നതല്ല. നേരത്തെയും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായത്. എറണാകുളം അങ്കമാലി അർബൻ ബാങ്ക് തട്ടിപ്പിൽ പ്രതിയാണ് ഭരണസമിതി അംഗമായിരിക്കെയാണ് വ്യാജ രേഖകൾ ഉപയോഗിച്ച് ബാങ്കിൽ നിന്ന് 1/2 കോടി രൂപ, അതായത് 1/2 കോടിയിലധികം 55 ലക്ഷം രൂപയോളം വ്യാജ ആധാരം ഉപയോഗിച്ച് പണം തട്ടിയെടുത്തത് എന്നുള്ള കേസുണ്ട്. ഈ കേസ് വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ്. മാത്രമല്ല ഈ അന്വേഷണം ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ തൊഴിൽ തട്ടിപ്പ്, അന്തർ സംസ്ഥാന തൊഴിൽ തട്ടിപ്പ് സംഘമാണിത്. ഇത് ഹൈദരാബാദിലും ദില്ലിയിലും എല്ലാം കണ്ണികളുള്ള മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള ഒരു സംഘമാണ്. ആ സംഘമാണ് ഇത്തരത്തിൽ ആളുകളെ, തൊഴിലന്വേഷകരെ തെറ്റിദ്ധരിപ്പിക്കുക. പ്രത്യേകിച്ചും ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ മത്സര പരീക്ഷകളൊക്കെ പരിശീലനം സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികളെ, അവരെയാണ് ഇതിൽ ഇരകളാക്കുന്നത്. സർക്കാർ ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരെയാണ് ഇരകളാക്കുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലും റെയിൽവേയിലും എല്ലാം ജോലി വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു സമുന്നതനായ നേതാവാണ് ഈ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. മനു നേരത്തെ ഒരു വാർത്തയുടെ കാര്യത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മറ്റ് മാധ്യമങ്ങൾക്കൊന്നും ഇക്കാര്യത്തിൽ വലിയ ഒരു പ്രാധാന്യം ഉള്ളതായി കാണുകയും ചെയ്യുന്നില്ല. ഏതായാലും വലിയൊരു തട്ടിപ്പ് സംഘത്തിൽ കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ റിമാൻഡിൽ കഴിഞ്ഞിട്ടും അതിനുള്ള വലിയ വാർത്താ പ്രാധാന്യമൊന്നും കാണുന്നില്ല. ഏതായാലും കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസിന്റെ പല കാര്യങ്ങളും മറക്കാൻ കൂടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത്രയും സമുന്നതനായ ഒരു നേതാവ് അറസ്റ്റിലായിട്ട് പോലും ആ വിവരങ്ങൾ ഈ രഹസ്യമാക്കി വെക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായത്. മനു, ഓക്കെ സന്തോഷ്, ഒരു കാര്യം കൂടി, ഈ എറണാകുളത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എങ്ങനെയാണ് ഈ കണ്ണൂർ തലശ്ശേരിയിലുള്ള ബി.ജെ.പി. നേതാവുമായി തട്ടിപ്പിൽ കൂട്ടുചേരുന്നത്? ആ റൂട്ട് എങ്ങനെയാണെന്ന്
എന്ന് പിടുത്തം കിട്ടിയിട്ടുണ്ടോ? പോലീസ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? തീർച്ചയായും ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ഈ രതീശൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ് കണ്ണൂരിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലെല്ലാം ഈ പറയുന്ന ജനങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു കേന്ദ്രം എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനം മുഖാന്തരം ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാകുന്നത്. ഇതൊരു വലിയ സംഘമാണ്, വൈശാഖനും രതീഷും മാത്രം ഉൾപ്പെടുന്നതല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പല സ്ഥലങ്ങളിലും ഈ കണ്ണിയിൽപ്പെട്ട ആളുകൾ ഉണ്ട്. ഇത്തരത്തിൽ തൊഴിൽ അന്വേഷകരായ ആളുകളെ പറ്റിക്കുന്നതിനായിട്ടുള്ള ആളുകൾ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ട്. രതീശൻ കണ്ണൂരിൽ ഈ തലശ്ശേരിയിൽ ഈ പണം രതീശനാണ് മുഖാന്തരമാണ് വാങ്ങി വൈശാഖ് എസ് ദർശന് നൽകുന്നത്. എന്നാൽ പിന്നീട് ഈ തൊഴിൽ പണം നഷ്ടപ്പെട്ടവരുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് രതീശൻ പണം തിരികെ വൈശാഖിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് തിരികെ നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല. ഏതായാലും പോലീസ് ഈ വഴിക്കെല്ലാം അന്വേഷണം നടത്തുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിലേക്ക് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു സന്തോഷ്.